പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി നയനയെ അംഗീകരിച്ചിരിക്കുകയാണ്. ദേവയാനിയുടെ സ്നേഹം എന്താണ് എന്നുള്ളത് നയനയോട് ദേവയാനി തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ അവർ അനന്തപുരിയിൽ സ്നേഹമുള്ള അമ്മായിയമ്മയും മരുമകളുമായി കഴിഞ്ഞു പോരുകയാണ്. ആ സമയത്ത് അവരെ എങ്ങനെ പിരിക്കണമെന്ന് ആലോചിച്ച് ഗൂഢാലോചന ഒറ്റയ്ക്ക് നിന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് അനാമിക. അമ്മയുമായിട്ട് ഗൂഢാലോചനയൊക്കെ നടത്തുന്നുണ്ട്. ആ സമയത്താണ് നവ്യ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഇനി അമ്മയമ്മയും മരുമകളെയും എങ്ങനെ പിരിക്കണമെന്നായിരിക്കും അടുത്ത ചിന്ത അല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ വിഷം കൊടുത്ത് കൊല്ലണമെന്നായിരിക്കും അടുത്ത ചിന്ത അല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ വന്ന് അനാമികയോട് ചോദിക്കുന്ന സമയത്ത്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ എന്നെ വെറുതെ ശല്യം ചെയ്യാൻ നിൽക്കാതെ പോവാൻ നോക്ക്. നിന്നോട് ഞാൻ അങ്ങോട്ടൊന്നിനും വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ എൻ്റെ പിന്നാലെ വരുന്നത് എന്നൊക്കെ ദേഷിച്ച് അനാമിക ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, നീ എന്നോട് ചൂടായിട്ടൊന്നും കാര്യമില്ല. ഞാൻ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അവരെ പിരിക്കാൻ ഇനി നിന്നെ കൊണ്ട് എന്നല്ല ആർക്കും സാധിക്കില്ല. അവരെ ദൈവമായിട്ട് ഒരുമിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇനി ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ സാധിക്കില്ല. നിനക്ക് മുമ്പിൽ നല്ല അമ്മായിയമ്മയെയും മരുമകളെയും ഇനി നിനക്ക് കണ്ടാം. അത് കണ്ട് നീ അങ്ങ് ആസ്വദിച്ച് നിന്നാൽ മതി. ദേഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ അനാമികയോട് പറയുകയാണ് നവ്യ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട്, നീ എന്തായാലും എന്നെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും എനിക്ക് നോവില്ല. കാരണം വല്യമ്മ എന്നെയാണ് ആദ്യം മരുമകളായി അംഗീകരിച്ചതും സ്നേഹിച്ചു തുടങ്ങിയതും. അപ്പോൾ ആ സ്ഥാനം എനിക്കാണ് ആദ്യം വല്യമ്മയുടെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് നിന്റെ ചേച്ചിക്ക് നിന്റെ അനിയത്തിക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നീ ഇതും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും വരണ്ട. അതിൽ കാര്യമില്ല. എന്തായാലും വല്യമ്മയുടെ മൂത്ത മരുമകൾ എന്നുള്ള സ്ഥാനം എനിക്ക് തന്നെയാണ്. മൂത്ത മരുമകൾ എന്ന് വെച്ചാൽ മനസ്സിൽ ഉള്ള ആ ഒരു സ്ഥാനമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, നിന്നോട് പല പ്രാവശ്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നില്ലേ, അമ്മായിയമ്മയും മരുമകളും ഒന്നിക്കും. നയനയുടെ സ്നേഹം എന്താണ് എന്നുള്ളതും ആത്മാർത്ഥത എന്താണ് എന്നുള്ളതും അമ്മായിയമ്മ ആക്കുന്ന ഒരു ദിവസം വരും എന്നുള്ളത് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞില്ലേ. അന്നൊക്കെ നീ പുച്ഛിച്ച് തള്ളുകയായിരുന്നല്ലോ. പക്ഷേ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇനി പലതും ഇവിടെ നടക്കാനുണ്ട്. നിന്റെ സ്ഥാനം പടിക്ക് പുറത്താകുന്നത് വരെ നിനക്ക് ഇങ്ങനെ ചിലച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവൾക്കായിരിക്കും ഇവിടെ എല്ലാ രീതിയിലും സ്ഥാനമുണ്ടാവുക. അവളുടെ നന്മ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്നൊക്കെ നവ്യ ഓരോന്ന് നയനയെക്കുറിച്ച് പറഞ്ഞ് അനാമികയെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവ്യ അനാമികയോട് പറയുന്നുണ്ട്, എന്തായാലും നിന്റെ സ്ഥാനം ഉണ്ട് എന്ന് പറയുന്നതൊക്കെ തട്ടിത്തെറിക്കാൻ പോകുന്ന കാര്യമാണ്. അതൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെടുന്നതോടുകൂടി എല്ലാവരുടെയും മനസ്സിൽ നിന്ന് നിന്റെ സ്ഥാനം പുറത്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അതൊക്കെ നിന്റെ മനക്കോട്ടം മാത്രമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ വല്യമ്മയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് വല്യമ്മയ്ക്ക് അറിയാമെന്നൊക്കെ അനാമിക പറയുകയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എല്ലാം തകർന്നറിയുന്ന ഒരു ദിവസം വരും. അതിനായിട്ട് നീ കാത്തിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്തായാലും വല്യമ്മ നിന്റെ അനിയത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ആദർശേട്ടന് വേണ്ടി മാത്രമാണ്. ആ ആദർശേട്ടന് വേണ്ടി തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മരുമകളെ സ്നേഹിച്ചു തുടങ്ങിയതും. അതിൽ ഒരു തരി ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. വല്യമ്മയ്ക്ക് ഇപ്പോഴും നയനയോട് ദേഷ്യം തന്നെയാണ്. സ്വന്തം മകന് വേണ്ടിയിട്ടാണ് അവരെല്ലാം സഹിച്ച് നിന്റെ അനിയത്തിയെ സ്നേഹിച്ച് തുടങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെ അനാമിക നവ്യയോട് പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എതിരായിട്ട് നവ്യ കയർത്ത് സംസാരിക്കുന്നുമുണ്ട്. അങ്ങനെ പിന്നീട് ദേവയായും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമായി മോളെ. നീ നിന്റെ മരുമകളെ അംഗീകരിക്കുന്ന ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയില്ല. ഏതായാലും ആദർശനും ജയനും ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമായി മോളെ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ശരിയാ മുത്തശ്ശി, ശരിയാണമ്മേ. നിങ്ങളുടെയൊക്കെ സന്തോഷം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ച് തുടങ്ങിയത്. ഞാൻ എൻ്റെ മരുമകളെ സ്വന്തം മരുമകളായി അംഗീകരിച്ചത് എന്നൊക്കെ മുത്തശ്ശിയോട് ദേവയാനി പറയുന്നുണ്ട്. എന്നിട്ട് പൂർണ്ണമായിട്ടൊന്നും ഞാൻ എൻ്റെ മരുമകളെ അംഗീകരിച്ചിട്ടോ സ്നേഹിച്ച് തുടങ്ങിയിട്ടോ ഒന്നുമില്ല. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ അവളെ തൽക്കാലം സ്നേഹിച്ച് തുടങ്ങാൻ തീരുമാനിച്ചത്. എൻ്റെ മനസ്സ് ഒന്ന് മാറ്റി പിടിച്ചത് എന്നൊക്കെ ദേവയാനി പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മതി ദേവയാനി, ഇത് തന്നെ ധാരാളമാണ്. നീ നിന്റെ മരുമകളെ ഈ രീതിയിലെങ്കിലും സ്നേഹിച്ചു തുടങ്ങിയല്ലോ. പതിയെ പതിയെ നിനക്ക് നിന്റെ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളതും അവൾക്ക് നിന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം എന്താണ് എന്നുള്ളതും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളാണ് നിന്റെ മരുമകൾ എന്നുള്ളതും നീ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് നീ പൂർണ്ണമായിട്ടും നിന്റെ മരുമകളെ അംഗീകരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് മോളെ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി ദേവയാനിയോട്. എന്നിട്ട് നയനമോള് നമ്മുടെ തറവാട്ടിന് കിട്ടിയത് ഭാഗ്യമാണ്. അത് നീ മനസ്സിലാക്കും. ഇതുപോലുള്ള ഒരു മരുമകളെ നിനക്ക് ഇനിയൊരു ജന്മം ജനിച്ചാൽ പോലും കിട്ടില്ല.
അത്രയ്ക്കും സ്നേഹമുള്ളവളും ത്യാഗം ചെയ്യുന്നവളും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നവളും സ്വന്തം നേട്ടം ആഗ്രഹിക്കാത്തവളുമാണ് നിന്റെ മരുമകൾ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ശരിയാണ് അമ്മ പറഞ്ഞത്, അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴൊന്നും ഞാൻ പ്രകടിപ്പിക്കില്ല. കാരണം നിങ്ങളൊക്കെ എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചല്ലോ. അപ്പോൾ ഇത് തൽക്കാലം എൻ്റെ സ്നേഹം നിങ്ങളൊന്നും തിരിച്ചറിയാതെ പൂർണ്ണമായിട്ടുള്ള എൻ്റെ സ്നേഹം എന്താണ് എന്നുള്ളതും എൻ്റെ മനസ്സെന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അവിടേക്ക് വരുന്നത്. നിങ്ങൾ ആരെ പറ്റിയാ? എൻ്റെ മരുമകളെ പറ്റിയാണോ? എൻ്റെ കൊച്ചുമകളെ പറ്റിയാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? നമ്മളെയെല്ലാം സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള നമ്മുടെ ഭാഗ്യദേവതയായ മരുമകളെ പറ്റിയാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ, ഞാൻ നമ്മുടെ നയനമോളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശനോട് മറുപടി പറയുകയാണ്. ആ സമയത്ത് ഞാനും നയനമോളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ തറവാടിന് ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടായത് നമ്മുടെ നയനമോൾ കാരണമാണ്. തകർന്നു പോകുമെന്ന നിമിഷത്തിൽ നയനമോളുടെ വരവ് നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. അവൾ വരച്ച ഡിസൈൻ കൊണ്ട് കോടികളുടെ സമ്പാദ്യമാണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടായത്. നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പോൾ വൻ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 2-3 ബ്രാഞ്ചുകൾ അവളെ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അവളുടെ കൈ തൊട്ടാൽ അത് വളരെയധികം ഉന്നതിയിലെത്തും എന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. ഇത് കേട്ടിട്ട് ദേവയാനിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പക്ഷേ തൽക്കാലം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ രീതിയിൽ ദേവയാനി ചോദിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തിലാണ് ദേവയാനി നിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അനാമിക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും അനാമിക ഓരോന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ എല്ലാ സ്ഥാപനവും അവളിലേക്ക് എത്തും. ഇനി വൈകാതെ തന്നെ ഈ അനന്തപുരി തറവാടും അവൾ കൈക്കലാക്കി കഴിയും. എല്ലാത്തിനും അവൾ ഒറ്റ ഒരുത്തിയാണ് കാരണം. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പടിയിറക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അനാമിക. അങ്ങനെ പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദേവയാനി അതുവഴി വരുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, വല്യമ്മയെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. വല്യമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അനിയുടെ സ്വഭാവം വല്യമ്മയ്ക്ക് അറിയാമല്ലോ. പിന്നെ ഇവിടെ ആകെ ആശ്വാസമായിട്ടുള്ളത് വല്യമ്മ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതും ഞാൻ ഇവിടെ നിൽക്കുന്നതും എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ മോളെ, എന്ത് പറ്റി? എന്താ നിനക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി ഇവിടെ നടക്കുന്നതും വല്യമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. നവ്യ ഇപ്പോൾ എന്നെ എന്തൊക്കെയാ പറഞ്ഞു പോയത് എന്നൊക്കെ അറിയുമോ വല്യമ്മയ്ക്ക് എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോൾ എന്ത് പറ്റി മോളെ? നവ്യ നിന്നോട് എന്ത് പറയാനാ? അവൾ എന്ത് ചെയ്യാൻ? അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും വല്യമ്മക്ക് അറിയില്ല. വല്യമ്മയുടെ മുമ്പിൽ ഒരു സ്വഭാവം, എൻ്റെ മുമ്പിൽ ഒരു സ്വഭാവമാണ് നവ്യയ്ക്ക്. ഇപ്പോൾ വല്യമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറയുകയാണ് അവൾ. ഇപ്പോൾ നയനയോടാണ് വല്യമ്മയ്ക്ക് പൂർണ്ണമായിട്ടും സ്നേഹമുള്ളത്. എന്നെയും ഏത് നിമിഷവും പടിയിറക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് നവ്യ സംസാരിച്ചത് എന്നൊക്കെ പറയുകയാണ് അനാമിക. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇനി വല്യമ്മയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം വല്യമ്മേ, ഞാൻ ഈ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നീ അങ്ങനെയൊന്നും പറയല്ലേ മോളെ, നിന്നോട് എനിക്കുള്ള സ്നേഹം എന്താണ് എന്നുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞതാണല്ലോ. നീയും അനിയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ ദേവയാനി അനാമികയോട് പറയുകയാണ്. എന്നിട്ട് നീ ഈ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊന്നും നിൻ്റെ വീട്ടിലേക്ക് തെറ്റിപ്പോവാൻ നിൽക്കരുത്. അത് അച്ഛനും അമ്മയ്ക്കുമൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. അവരെ സന്തോഷിപ്പിച്ച് നിന്നാലേ നിനക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ആത്മാർത്ഥമായിട്ട് നീ അവരെ സ്നേഹിച്ചാൽ അവർ നിന്നെ തിരിച്ചും സ്നേഹിക്കും. അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് മോളെ എന്നൊക്കെ പറയുകയാണ് ദേവയാനി അനാമികയോട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുക? എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ആകെ ആശ്വാസം ഉണ്ടായിരുന്നത് വല്യമ്മയാണ്. പക്ഷെ ആ വല്യമ്മ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ആ നവ്യ പറയുന്നത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ മോൾക്ക് വലിയൊരു സ്ഥാനമാണ് ഉള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 3 പേരും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്ക് വേണ്ടിയിട്ട് എല്ലാം എഴുതി വെക്കാൻ പോവുകയാണല്ലേ. ഇപ്പോൾ 2 കമ്പനിയുടെ ചാർജും അവൾക്ക് കൊടുക്കാൻ പോവുകയാണല്ലേ. ആ സമയത്ത് വല്യമ്മ ഒരു അക്ഷരം പോലും എതിർത്ത് പറഞ്ഞിരുന്നില്ലല്ലോ. ഒക്കെ നയനക്ക് കൊടുക്കാൻ സമ്മതമാണ് എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത്. എനിക്കോ ആ ഒരു സ്ഥാനമോ ഒന്നും ആരുടെ മനസ്സിലും ഇല്ലല്ലോ. വല്യമ്മ എനിക്ക് വേണ്ടി ഒരു അക്ഷരം പോലും പറയുന്നില്ലല്ലോ. എനിക്ക് ആ ഒരു കമ്പനിയിലെങ്കിലും എനിക്ക് ഒരു സ്ഥാനം തന്നൂടെ? എൻ്റെ അനി ആണെന്നുണ്ടെങ്കിൽ എന്നെ അംഗീകരിക്കുന്നുമില്ല. ആ ഒരു സ്ഥിതിക്ക് വല്യമ്മ എല്ലാം മനസ്സിലാക്കിയിട്ട് അതെനിക്ക് തന്നൂടെ?
എല്ലാം അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരം കൂടുകയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ, നീ എന്നല്ലേ ഇടയ്ക്ക് പറയാറുള്ളത് എല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്കാണ് കൊടുക്കാറുള്ളത്, നിനക്കൊന്നും തരാറില്ല എന്നുള്ളത്. അങ്ങനെ അവരോരോന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് പറയാനാണ്, ഞാൻ പറഞ്ഞാലൊന്നും അവർ അനുസരിക്കില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ വെറുതെ മുഷിച്ചിലുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നത്. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടോ പൂർണ്ണ സമ്മതമായിട്ടോ ഒന്നുമല്ല. അവരവരുടെ ഇഷ്ടത്തിനെ ചെയ്യുകയുള്ളൂ. അതിൽ നമ്മൾ എത്ര എതിർത്താലും അതിൽ കാര്യമില്ല. അവരുടെ ഇഷ്ടങ്ങൾ മാത്രമേ നടത്തുകയുള്ളൂ. അതുകൊണ്ട് നയനയ്ക്ക് 2 കമ്പനിയുടെ ചാർജ് കൂടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ തടയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. അല്ലാതെ മോളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്തൊക്കെ പറഞ്ഞാലും വല്യമ്മയ്ക്ക് ഇത് എതിർക്കാമായിരുന്നു, സമ്മതം കൊടുക്കരുതായിരുന്നു. ഇനിയെന്നും അവൾ ഓഫീസിലേക്ക് പോവുക എന്ന് വെച്ചാൽ എന്താ ഇവിടെ നടക്കുക? വല്യമ്മയെ നോക്കാനോ അല്ലെങ്കിൽ വല്യമ്മയുടെ കാര്യം നോക്കാനോ അവൾക്കൊരു സമയം ഉണ്ടാവില്ല. ഇനി ഓഫീസിൻ്റെ ജോലി കൂടി 2 ഓഫീസിൻ്റെ ജോലി കൂടി വന്നാൽ അവളുടെ തന്നിഷ്ടം നമുക്ക് കാണാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾ ഇവിടെ എന്ത് തന്നെയായാലും 2 ഓഫീസിൻ്റെ ജോലി ഇവിടെ അവളെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും അവൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കി ഇവിടെ നിൽക്കില്ലല്ലോ. അവൾ വരച്ച ഡിസൈനാണ് ഇപ്പോൾ കമ്പനിയിൽ ഏറെ മൂവിങ് ആവുന്നത്. അതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോയേ പറ്റുകയുള്ളൂ. പിന്നെ മോൾക്ക് അറിയാവുന്നതല്ലേ, അവൾ വരച്ച ഡിസൈനാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധ നേടുന്നത്. അത് വൻ ലാഭമാണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ എതിർത്ത് ഒന്നും എനിക്ക് സംസാരിക്കാനോ പറയാനോ കഴിയില്ല എന്നൊക്കെ ദേവയാനി പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എടി എൻ്റെ മരുമകളോട് നിനക്ക് അസൂയ ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിൻ്റെ സ്വഭാവമൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൽക്കാലം ഞാൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്തായാലും എൻ്റെ മരുമകൾ ഇവിടുത്തെ വലിയ നിലയിൽ തന്നെ എത്തും, അവളെ ഞാൻ എത്തിക്കും. അതിന് നീ എന്ത് കുശുമ്പ് കാണിച്ചിട്ടും എതിർക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. അവൾക്ക് കിട്ടേണ്ട സ്ഥാനമൊക്കെ ഞാൻ അവൾക്ക് നേടിക്കൊടുക്കുമെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി.